എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഇതിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് എന്താണെന്ന് അറിയണം, സ്ട്രെയിൻ എന്താണെന്ന് അറിയണം, പോയ്സൺസ് റേഷ്യോ എന്താണ് എന്ന് അറിയണം, അതുപോലെ റിലേഷൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതായത് യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും റിജിഡിറ്റി മോഡുലസ് പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിൻ ദി ചേഞ്ച് ഇൻ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ സ്റ്റീൽ ബാർ വിച്ച് ഈസ് 4 മീറ്റർ ലോങ്. അതായത് 4 മീറ്റർ ലോങ് ഉള്ള ഒരു സ്റ്റീൽ ബാറിലത്തെ അതിന്റെ ലെങ്ത്തിന് എത്രത്തോളം ചേഞ്ച് വരുന്നു, ബ്രെഡ്ത്തിന് എത്രത്തോളം ചേഞ്ച് വരുന്നു, തിക്നെസ് എത്രത്തോളം വരുന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ വരുന്ന ലോഡ് 30 കിലോ ന്യൂട്ടൺ ആണ്. ഡയറക്ഷൻ ഓഫ് ദി ലെങ്ത്തിന്റെ ഭാഗത്ത് പിടിച്ച് വലിക്കുമ്പോൾ. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു ഫിസിക്കലി ഈ പ്രോബ്ലത്തിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഒരു സാധനം ഒരു റോഡ് പിടിച്ച് വലിക്കുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി ഡയമെൻഷൻസ് ബ്രെഡ്ത്തും ഡെപ്തും അത് കുറയാണ് ചെയ്യുക. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദി പിക്ചർ ഓൺ ദി റൈറ്റ് സൈഡ് ഷോയിങ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ആൻഡ് ഓൾസോ ഷോ ദി ഫോഴ്സ്. ദെൻ യു ഹാവ് ടു റൈറ്റ് ദി ലെങ്ത്. ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഏരിയ കിട്ടിയാലാണ് നമുക്ക് സ്ട്രെസ് കാണാൻ പറ്റുള്ളൂ. സോ 1320 600. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, എഴുതി വയ്ക്കുക. പോയ്സൺസ് റേഷ്യോ എഴുതി വയ്ക്കുക. ദെൻ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റെപ്പിലോട്ട് പോവാം. ചേഞ്ച് ഇൻ ലെങ്ത് കാണാനായിട്ട് ഇത്രയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. PL/A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ട്രെസ് ബൈ ഇ എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിൻ കണ്ടുപിടിച്ചു. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ യങ്സ് മോഡുലസ്. സോ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. അപ്പൊ നമുക്ക് സ്ട്രെയിൻ കിട്ടി DL/L. അതിൽ ഈ ലോഡ് കൊടുക്കുമ്പോൾ ന്യൂട്ടണിൽ കൊടുക്കണം, ഏരിയ മില്ലിമീറ്റർ സ്ക്വയറിൽ കൊടുക്കണം, യങ്സ് മോഡുലസ് മില്ലിമീറ്റർ സ്ക്വയറിൽ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? DL/L കിട്ടി. അതിനെ ഒറിജിനൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടി. ഓക്കെ, ഇനി ഇത്രയ്ക്കും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു PL/A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേ ആൻസർ കിട്ടും. P കൊടുക്കുക 13 10⁻³ ലെങ്ത് എത്രയാണ്? 4000. ഏരിയ 600, യങ്സ് മോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആ റോഡിന് ലെങ്ത് 1 mm കൂടുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി ഡയമെൻഷൻസ് എത്രത്തോളം കുറയുമെന്ന് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ പോയ്സൺസ് റേഷ്യോ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയാണ്. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഇതിന്റെ ലെങ്ത്തിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. അപ്പൊ എത്രത്തോളം ലെങ്ത് കൂടി ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് നമുക്കറിയാം. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ബ്രെഡ്ത്തും തിക്നെസ്സും എത്രത്തോളം കുറഞ്ഞു ഡിവൈഡ് ബൈ ഒറിജിനൽ, ഇതാണ് ഈ ലാറ്ററൽ സ്ട്രെയിൻ. സോ പോയ്സൺസ് റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഈ വാല്യൂ DL/L. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിച്ചു. സോ ലാറ്ററൽ സ്ട്രെയിൻ ഇത്രയും ഈ ഒരു വാല്യൂ കിട്ടി. ഇനി ഈ ഒരു വാല്യൂവിനെ കറസ്പോണ്ടിങ് ബ്രെഡ്ത്ത് കൊണ്ടും തിക്നെസ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പറയുന്ന അവിടുത്തെ ചേഞ്ച് കിട്ടും. കണ്ടില്ലേ? ഈ ലാറ്ററൽ സ്ട്രെയിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടി. തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇതിനർത്ഥം എന്താണ്? ബ്രെഡ്ത്ത് ഇത്രയും കുറയും. ഇത്രയും ബ്രെഡ്ത്ത് ഉണ്ടായിരുന്ന സാധനം ഇത്രയും ആയിട്ട് കുറയും. നമുക്ക് കിട്ടിയിട്ടുള്ള DB എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള ബ്രെഡ്ത്ത് അല്ല, എത്രത്തോളം കുറഞ്ഞു എന്നാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും, ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 30 മൈനസ് ഈ വാല്യൂ ആയിരിക്കും ഇതിന്റെ ബ്രെഡ്ത്ത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ DB അല്ലെങ്കിൽ DT അല്ലെങ്കിൽ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ എത്രയായി എന്നല്ല, എത്ര കുറഞ്ഞു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് ആൻഡ് പോയ്സൺസ് റേഷ്യോ ഓഫ് എ മെറ്റാലിക് ബാർ ഓഫ് ലെങ്ത് 30 cm. സോ നമ്മൾ അപ്പൊ തന്നെ മില്ലിമീറ്ററിലേക്ക് എഴുതി. ബ്രെഡ്ത്തും ഡെപ്തും 4 cm ആണ്. സോ 40 and 14 നമ്മൾ മില്ലിമീറ്ററിലേക്ക് ആയിട്ട് എഴുതി. സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രസീവ് ലോഡ്. ഇതൊരു കംപ്രസീവ് ലോഡാണ്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കണം, കംപ്രസീവ് ലോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റോഡിന്റെ അല്ലെങ്കിൽ ബാറിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആ ഒരു ഫീല്, ആ ഒരു ഫിസിക്കൽ ഫീൽ നമുക്ക് എന്തായാലും വേണം. ഓക്കെ, സോ ഡിക്രീസ് ഇൻ ലെങ്ത് ഈസ് ഗിവൺ ബൈ. സോ ലെങ്ത് എത്ര കുറയുന്ന ഓൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ബ്രെഡ്ത്ത് എത്ര കൂടും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോഞ്ചിറ്റ്യൂഡിനലി ഉള്ള ഡീഫോർമേഷനും എത്ര കുറഞ്ഞു എന്നുള്ള ഡീഫോർമേഷനും അതുപോലെ ലാറ്ററലി എത്ര കൂടി എന്നുള്ള ഡീഫോർമേഷനും അവർ എന്ത് തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ DL-ഉം DB-യും അവർ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദിസ് പ്രോബ്ലം. So you have to find the longitudinal strain. Longitudinal strain is equal to DL by L. So substitute ചെയ്യുക, ഈ വാല്യൂ കിട്ടി. Lateral strain എന്ന് പറയുമ്പോൾ DB by B. So ഈ ഒരു വാല്യൂ കിട്ടി. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ ആണ് നമ്മുടെ പോയ്സൺസ് റേഷ്യോ. സോ പോയ്സൺസ് റേഷ്യോ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. കണ്ടില്ലേ, ദിസ് ഈസ് ദി പോയ്സൺസ് റേഷ്യോ. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് ഫോഴ്സ് ഇത്രയാണ്, ഏരിയ 1600 ആണ്. ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യങ്സ് മോഡുലസ് കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ യൂണിറ്റും ന്യൂട്ടണിൽ കൊടുക്കണം. എല്ലാ ഡയമെൻഷൻസും ഇൻക്ലൂഡിംഗ് ലെങ്ത് you have to substitute in millimeter. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെയിൻ നോക്കാം. എത്ര ടൈപ്പ് സ്ട്രെയിൻ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലെങ്ത്തിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. അതുപോലെ തന്നെ ലാറ്ററൽ സ്ട്രെയിൻ, അതായത് ഹൈറ്റിലോ ബ്രെഡ്ത്തിലോ ഉള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡ്സ് ഓൺ ദി കംപ്രസീവ് ലോഡ് ഓർ ടെൻസൈൽ ലോഡ്. നമുക്ക് ഇതൊരു റെക്ടാങ്കിൾ എടുത്ത് നോക്കാം. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ വി എന്ന് പറയുന്നത് LBH ആണ്. സോ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് dV by V is equal to DL by L minus DB by B minus DH by H ആയിരിക്കും. അതായത് ലെങ്ത് കൂടുകയാണ് ചെയ്യുക ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് കുറയാണ് ചെയ്യുക, ഹൈറ്റും കുറയാണ് ചെയ്യുക. നമുക്കറിയാം, this is the lateral strain, അല്ലേ? This is the lateral strain and this is the longitudinal strain. This is the longitudinal strain. So lateral strain by longitudinal strain ആണ് പോയ്സൺസ് റേഷ്യോ എന്ന് നമുക്കറിയാം. സോ നമുക്ക് ഇതിനൊക്കെ എന്ത് എഴുതാം? പോയ്സൺസ് റേഷ്യോ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് എഴുതാം. സോ DB by B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mu ഇൻറ്റു DL by L ആണ്. അതുപോലെ DH by H എന്ന് പറഞ്ഞാലും mu ഇൻറ്റു DL by L ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കാം. സോ ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചാൽ മതി. സോ DV by V വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇൻറ്റു 1 മൈനസ് 2 mu. വോളിമെട്രിക് സ്ട്രെയിനിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, EV എഴുതാറുണ്ട്, V ഫോർ വോളിയം. EX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി X ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദി Y ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദി Z ആക്സിസ്. സോ EX ഇൻറ്റു 1 മൈനസ് 2 mu. ഓക്കെ, അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വോളിമെട്രിക് സ്ട്രെയിൻ കിട്ടാനായിട്ട് ശരിക്കും ലാറ്ററൽ സ്ട്രെയിൻസിന്റെ ആവശ്യമില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെയും പോയ്സൺസ് റേഷ്യോയുടെയും മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് സർക്കുലർ ആയിട്ടുള്ള റോഡിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, π/4 d² ഇൻറ്റു ലെങ്ത് ആണ്. DV by V എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി DL by L പ്ലസ് അല്ലെങ്കിൽ കുറയാണ് ചെയ്യുക, ലെങ്ത് കൂടുമ്പോൾ ഡയമീറ്റർ കുറയാണ് ചെയ്യുക. സോ -2D/D എന്ന് നമുക്ക് എഴുതാം. ഇത് സർക്കുലർ സെക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്, അത് ഓർത്ത് വയ്ക്കണം. സോ DV by V is equal to നേരത്തെ അതേ ഫോർമുല, ഫൈനൽ ഫോർമുല തന്നെ എത്തും, പക്ഷെ ഇതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് കാണിച്ചിട്ടുള്ളത് ഒറിജിനൽ ഡയമീറ്റർ ആണ്, ഇത് കുറഞ്ഞ DD ആണ്, ഇതാണ് ഫൈനൽ ഡയമീറ്റർ. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. സ്റ്റീൽ ബാർ 300 mm ലോങ്, 30 mm, 300 mm ലെങ്ത് ഉണ്ട്, 50 mm വൈഡ് ആൻഡ് 40 mm തിക്ക്, സബ്ജക്റ്റഡ് ടു പുൾ. പുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡയമെൻഷൻസ് ചെറുതാവും. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല അനുസരിച്ച്
ചേഞ്ച് ഇൻ വോളിയം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് dv/v is equal to dl/l into 1 minus 2mu ആണ്. അപ്പോൾ ആദ്യം dl/l കാണാം. dl/l കാണാനായിട്ട് സ്ട്രെസ് ബൈ ഇ ആണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ന്യൂട്ടണിലും ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മില്ലിമീറ്ററിലുമാണ്. സോ dl/l എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സോ വി ഗെറ്റ് ദി വാല്യൂ ദിസ് വൺ. ഇനി വോളിയമെട്രിക് സ്ട്രെയിൻ കാണാം. നമ്മുടെ ഫോർമുല അനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയ്സൺസ് റേഷ്യോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി പോയ്സൺസ് റേഷ്യോ ഇൻ ദിസ് ഫോർമുല. Volumetric strain is equal to longitudinal strain into 1 minus 2 mu. So നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഇത് കഴിഞ്ഞു. ഇത് വോളിയമെട്രിക് സ്ട്രെയിൻ ആണ്. ചേഞ്ച് ഇൻ വോളിയം കാണാനായിട്ട് വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ dv/v ആണ്. സോ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ഇൻറ്റു ഈ ഒരു വോളിയമെട്രിക് സ്ട്രെയിൻ. സോ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും കിട്ടി. അപ്പോൾ ഫൈനൽ വോളിയം എത്രയായിരിക്കും? ഈ 60,000 ആണോ അത്? ഒറ്റ 10 100 1000 10000 ലക്ഷം. 6 ലക്ഷം മൈനസ് 225 mm3. അതായിരിക്കും നമ്മുടെ സിലിണ്ടറിന്റെ. സിലിണ്ടർ ആണോ അത്? അല്ല, നമ്മുടെ റെക്ടാങ്കുലർ ബാർ ആണ്. അതിന്റെ ഫൈനൽ ആയിട്ടുള്ള വോളിയം. ഓക്കെ, ദിസ് ഇസ് ദി ചേഞ്ച് ഇൻ വോളിയം ആൻഡ് ദിസ് ഇസ് ദി ഇനീഷ്യൽ വോളിയം. സോ ഇനീഷ്യൽ മൈനസ് ചേഞ്ച് ഇസ് ദ ഫൈനൽ. ഓക്കെ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദി ഫൈനൽ വോളിയം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കുറച്ച് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ കുറയും. ഓക്കെ, ബാക്കി 14 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ദിസ് ഇസ് ദി ചേഞ്ച് ഇൻ വോളിയം. എത്രത്തോളം കുറഞ്ഞു? ഇത് ഒറിജിനൽ ആയിരുന്നു, ഇത് ഇത്രയും കുറഞ്ഞു. സോ ഫൈനൽ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുന്നതാണ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ്. Determine the Poisson's ratio and bulk modulus of a material for which Young's modulus തന്നിട്ടുണ്ട് and modulus of rigidity തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ 3 റിലേഷൻസ് അറിയണം. നമുക്കറിയാം E is equal to 2c into 1 plus mu, E is equal to 3k into 1 minus 2 mu. ഈ 2 എക്സ്പ്രഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിത് പഠിക്കാനായിട്ട് ഉപയോഗിച്ചൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 2 വരുമ്പോൾ +1 എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തു. ഇവിടെ 3 അല്ലേ, 3 എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലല്ലേ. അപ്പൊ അങ്ങനെ ആ സൈഡ് കൂടണമെന്ന് വെച്ചാൽ ഇവിടെ -2 mu കൊടുത്തു, ഉള്ളിൽ -1. അങ്ങനെയൊക്കെ നോക്കി വെച്ച് പഠിച്ചിട്ടാണ്. E is equal to 2c into 1 plus mu, E is equal to 3k into 1 minus 2 mu. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E അറിയാം, C അറിയാം, mu കണ്ടുപിടിക്കുക. 0.25 കിട്ടി. തിരിച്ചിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയമെട്രിക് അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദി മോഡുലസ് ഓഫ് റിജിഡിറ്റി C ആൻഡ് ബൾക്ക് മോഡുലസ് K സിലിണ്ടർ ബാർ ഓഫ് ഡയമീറ്റർ 30 mm ആൻഡ് ലെങ്ത് 1.5 മില്ലിമീറ്ററിലാക്കണം കേട്ടോ. If the longitudinal strain in the bar during the tensile stress is 4 times the lateral strain. Lateral strain x ആണെങ്കിൽ longitudinal strain 4x ആണ്. It means the Poisson's ratio is 1/4. Find the change in volume when the bar is subjected to a hydrostatic pressure. Okay, ആ സ്ട്രെസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ട്രെസ്സും പ്രഷറും വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ പ്രഷർ കാരണം കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് സെയിം ആണ്. So 100 Newton per mm². Then E is equal to this value. ആദ്യം ഡയമീറ്റർ എടുത്ത് എഴുതി, ലെങ്ത് എടുത്ത് എഴുതി, മില്ലിമീറ്റർ എഴുതി, വോളിയം മില്ലിമീറ്ററിൽ കണ്ടുപിടിച്ചു, മില്ലിമീറ്റർ ക്യൂബിൽ കണ്ടുപിടിച്ചു വെച്ചു. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും നമ്മൾ പറഞ്ഞു ഓൾറെഡി ഈ ഒരു കാര്യം. ദെൻ പോയ്സൺസ് റേഷ്യോ 0.25 കിട്ടി, മ്യൂ കിട്ടി, നമുക്ക് സി കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ നമുക്കറിയാം, മ്യൂ നമുക്കറിയാം, സി കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ബൾക്ക് മോഡുലസ് കാണാനായിട്ട് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ നമുക്കറിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3k into 1 minus 2 മ്യൂല് കെ നമുക്കറിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും?
ബൾക്ക് മോഡുലസ് കിട്ടും. ഓക്കെ, ബൾക്ക് മോഡുലസ് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ടെം എന്താണ്? വോളിമെട്രിക് സ്ട്രെസ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു വോളിമെട്രിക് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. വോളിമെട്രിക് സ്ട്രെസ് ആണ് 100, വോളിമെട്രിക് സ്ട്രെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം സ്ട്രെയിൻ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ K is equal to P divided by volumetric strain. അങ്ങനെ വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിച്ചു. അതിനെ ഒറിജിനൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദി ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, ഈ ചേഞ്ച് ഇൻ ഡയമീറ്റർ കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? DL/L കണ്ടുപിടിക്കണം. അത് വെച്ച് μ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് DD/D കണ്ടുപിടിക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ അവർ ചോദിക്കും. ശരിക്കും ഇത് ഈസിയാണ്, ഈ റിലേഷൻസ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ എല്ലാവരും ഈ ഒരു പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഡാറ്റ വായിച്ച് മനസ്സിലാക്കി എന്താണ് ഫിസിക്കലി സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. രണ്ടാമത് അതിന്റെ ഫിഗർ വായിക്കണം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യത അവിടെ ജനിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.